ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ രക്ഷാബന്ധൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ കാണൂ. എനിക്ക് കുറേ ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എല്ലാ രക്ഷാബന്ധനും എൻ്റെ കൃഷ്ണനാണ് രാഖി കെട്ടാറ്. എൻ്റെ ആങ്ങളമാർക്ക് ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് പൊട്ടൊക്കെ തൊടിയിച്ച് എൻ്റെ കൃഷ്ണനാണ് ഞാൻ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് രാഖി കെട്ടാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ രാഖി കെട്ടുന്നത് എൻ്റെ കൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ അതേ വിളക്ക് വേണം, കുങ്കുമം വേണം, അതുപോലെ പച്ചരി വേണം, പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് വേണം. അപ്പോൾ ഞാൻ 2 തരം സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, കാജു കത്രിയുടെ 2 ടൈപ്പാണ് കേട്ടോ. പിസ്ത കത്രിയും ഉണ്ട്, കാജു കത്രിയും ഉണ്ട്. പിന്നെ ഇത് കൊപ്ര അതിൻ്റെത് ലഡു. അപ്പോൾ അതേ എൻ്റെ കാണൂടെ അതേ രാഖി കെട്ടാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സ്വീറ്റ്സും രാഖിയൊക്കെ നോക്കിയിട്ടതേ ഇതൊക്കെ എൻ്റെ ആങ്ങളമാരെ എണ്ണീറ്റ് ഞാൻ രാഖി വാങ്ങിയിട്ടുള്ളതാണ്, കണ്ടല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോൾ ഇതെൻ്റെ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് ഞാൻ കെട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ ആങ്ങളമാർക്കും എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ്, അതും എൻ്റെ ആങ്ങളമാരായി കാണുന്നു. സിസ്റ്റേഴ്സും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ആങ്ങളമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ രാഖി കെട്ടുന്നത്. എൻ്റെ കണ്ണം കണ്ട പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക മൂപ്പര്. അപ്പം ഞാൻ കെട്ടട്ടെ. രാഖി പ്രാവശ്യം ഒരെണ്ണം വേറെ വാങ്ങിച്ചതിൽ ഇങ്ങനെ കൃഷ്ണൻ്റെ മുകളിലുണ്ട് കേട്ടോ, കണ്ട. അപ്പോൾ ഞാൻ കെട്ടാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സൗത്ത് ഇന്ത്യൻസിന് നോർത്ത് ഇന്ത്യൻസിൻ്റേതായ കുറച്ച് ചിട്ടകൾ, നമുക്ക് ആ ചിട്ടകളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അതേ കണ്ട രാഖി ഞാൻ കെട്ടിക്കൊടുത്തു. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഞാൻ പണ്ട് കെട്ടി ഓടുന്നത് എൻ്റെ വലിയേട്ടൻ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് രാഖി കൊണ്ടുവരും. പൂ പോലത്തെ രാഖിയില്ലേ, അത് കെട്ടിക്കൊടുക്കാറാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ്, ഒരു ദിവസം മുടക്കമൊക്കെ കിട്ടും ഞങ്ങൾക്ക്. പിന്നെ ആങ്ങളമാർ പെങ്ങന്മാരെ കാണാൻ പോവും, പെങ്ങന്മാർ ആങ്ങളമാരെ കാണാൻ വരില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഓണായിട്ട് റിലേറ്റഡ് ആണ്. മഹാബലി നമ്മുടെ എന്താ പറയുക, വാമനൻ പാതാളത്തിൽ ചവിട്ടിത്താത്തിയല്ല. അപ്പോൾ പാതാളത്തിൽ പോണതിന് മുന്നേ ബലിരാജാവിനോട് ചോദിച്ചിരുന്നു എന്ത് വരാണ് വേണ്ടതെന്ന്. അപ്പോൾ ബലിരാജാവ് പറഞ്ഞു കൃഷ്ണനോട്, കൃഷ്ണൻ മീൻസ് എന്താ പറയുക, വാമനനോട് പറഞ്ഞു അങ്ങ് എൻ്റെ കൂടെ പാതാളത്തിൽ വരണം. അങ്ങനെ 4 മാസം പാതാളത്തിൽ വിഷ്ണു ഉറങ്ങാൻ പോകുന്ന ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. അങ്ങനെ പാതാളത്തിൽ കൂടെ പോയി. പിന്നെ ഭർത്താവിനെ തിരിച്ച് കിട്ടാൻ വേണ്ടി ലക്ഷ്മി ദേവി പാതാളത്തിൽ പോയി മഹാബലിക്ക് രാഖി കെട്ടിയെന്നാണ് പറയുന്നത്. അത് കാരണം രക്ഷാബന്ധനും ഓണൊക്കെ അടുത്ത് വരും. അങ്ങനെ രാഖി കെട്ടിയിട്ട് പെങ്ങളോട് ആങ്ങളെ ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ പെങ്ങൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ച് വേണമെന്ന്. അങ്ങനെ എന്താ പറയുക, വീണ്ടും ലക്ഷ്മി ദേവിക്ക് വിഷ്ണു ഭഗവാനെ ബലിരാജാവ് തിരിച്ചു കൊടുത്തു. അങ്ങനെ വിഷ്ണു അതുപോലെ നമ്മുടെ ബലിരാജാവ് ഒക്കെ റിലേറ്റഡ് ആണ് ഈ സ്റ്റോറി. ലക്ഷ്മി മാതരെ ബായി ആയിട്ട് വരും നമ്മുടെ ബലിരാജാവ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അങ്ങനെ കുറേ സ്റ്റോറികളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ രക്ഷാബന്ധൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെയ്ക്കും തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ഹാപ്പി രക്ഷാബന്ധൻ ഓൾ.